തന്നെ പിടിക്കാൻ വേണ്ടി അന്ന് ആ ജയൻവീലിന്റെ മേലിൽ വലിഞ്ഞു കയറി അവിടുന്ന് പ്രശ്നത്തിലായതിന്റെ ചെലവ്, പിന്നെ പോലീസുകാരെ തല്ലേന്റെ ഒരു പിന്നെ ചെലവ്, പോലീസുകാർ ഞങ്ങളെ തല്ലിയതിന്റെ ചെലവ്, അതെ ചതവിൽ പുറത്താൻ തൈലം മാറ്റിന്റെ ചെലവ്. ഇനി അതൊക്കെ പോരാഞ്ഞിട്ട് ഒരു നന്ദിയില്ലാത്ത ജന്തു എന്നെ കൈ കടിച്ചതിന്റെ പേരിൽ അതിന് പേ ഉണ്ടോ എന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ പോയി എന്നെ പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ചെലവ്. ഇതെല്ലാം കൂടി ഭയങ്കര ചെലവാണ്. ആ ഡാ, ദേ എന്നെ കടിച്ച പട്ടി അല്ല കുട്ടി ഇവിടെ ഇരുന്ന് അവളെ, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. എന്നെ ഓർമ്മയുണ്ടോ? എന്റെ കടി കൊണ്ട് ഡോക്ടറെ അടുത്തപ്പോ അങ്ങനെ പറഞ്ഞ എന്താണെന്നറിയാമോ? കടിച്ച ജന്തുവിനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരാൻ, എന്നാലേ പൊക്കളിന് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുമെന്ന്. കാണിക്കല്ലേ, നിനക്കെന്നെ അറിയില്ല. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അന്നത്തെ കടി തിരിച്ചു കൊടുത്താ പോരെ? കൊച്ചെ കൈ കിട്ടി പോണെന്നോ? അച്ഛന്റെ പ്രയോജനത്തിനൊക്കെ പോണെന്നോ? ആവേശത്തിൽ പറഞ്ഞു ചുമ്മാ ചുമ്മാ. മര്യാദക്ക് അല്ലെങ്കിട്ടല്ല നിന്നെ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് അച്ഛനും മുച്ചാലും കടിച്ചോളയും. എന്നാ കടിക്കണം, കടിക്കാൻ എന്റെ കൈ കടിക്കാൻ. അത് പിന്നെ കടിക്കണോ? നീ കടിക്കണ്ട. എന്റെ ശരീരത്തെ തൊടുവോ ഇനി മേലെ ഞങ്ങളുടെ പരിസരത്ത് വരുവോ ചെയ്താ താൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധ പീഡനം. അപ്പൊ ഞാൻ പോവാണേ. എവിടെ? അയാൾ